ഒരൊറ്റ കുടുംബം പോലും പട്ടുപോകാനോ നശിച്ചു പോകാനോ ദാരിദ്ര്യത്തിൽ കിടക്കാനോ നരകിച്ച് കിടക്കാനോ സങ്കടപ്പെട്ട് കിടക്കാനോ സ്വർഗത്തിലെ ദൈവം, യേശുവിന്റെ ദൈവം, ക്രിസ്ത്യാനിയുടെ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരൊറ്റ കുടുംബം പോലും, അതായത് നശിച്ച് കിടക്കാൻ അത് ദൈവ പദ്ധതി അല്ല. അത് ദൈവ പദ്ധതി അല്ല. നശിച്ചു കിടക്കുന്നത്, നരകിച്ച് കിടക്കുന്നത് ദൈവ പദ്ധതി അല്ല. അവിടുന്ന് എഴുന്നേൽപ്പിക്കാൻ, മനസ്സിലായ, കല്ലറ പൊട്ടിച്ച് എഴുന്നേറ്റവൻ, 3-ാം ദിവസം മരണത്തെ അതിജീവിച്ചവൻ, ഏത് നാശത്തിൽ നിന്നും നിന്നെ എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ളവനാണ്. അവൻ ജീവിക്കുന്ന ദൈവമാണ്. ജീവനോട് ഇവിടെ ഉണ്ട് എന്ന് ഞാൻ പറയുമ്പോ, അതുകൊണ്ട് അവന്റെ നാമത്തിൽ പറയുകയാണ്, നശിച്ച് കിടക്കല്ലേ, നശിച്ച് കിടക്കല്ലേ, എഴുന്നേക്കണം, രക്ഷപ്പെടണം. അതിനൊറ്റ വഴിയേ ഉള്ളൂ. അതിന് അവന്റെ നാമത്തെ ഏറ്റുപറയണം, അവനെ ആരാധിക്കണം. വേറെ ആരെയും നിങ്ങൾ പ്രതീക്ഷ വെച്ച് ജീവിക്കരുത്. മക്കളാവട്ടെ, ജീവിത പങ്കാളിയാവട്ടെ, മാതാപിതാക്കന്മാരാവട്ടെ, കൂട്ടുകാരാവട്ടെ, ഗവൺമെന്റ് ആവട്ടെ, പ്രത്യയശാസ്ത്രമാവട്ടെ, അണികളാവട്ടെ, കൊടികളാവട്ടെ, ഇതിനൊന്നും ആത്യന്തികമായിട്ട് സഹായിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് മാത്രമേ സഹായിക്കാൻ പറ്റൂ. അതുകൊണ്ട് ദൈവത്തെ നോക്ക്, അവന്റെ മുഖം നോക്ക്. അബ്രഹാമിനോട് ദൈവം പറയുന്നുണ്ട്, എന്റെ മുമ്പിൽ വ്യാപരിക്കുക. ഉൽപ്പത്തി 15 ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, കുറ്റമറ്റവനായിരിക്കുക എന്റെ മുമ്പിൽ വ്യാപരിക്കുക. കർത്താവേ എന്ന് പറഞ്ഞ് ജീവിക്കണം, കർത്താവിനെ ലക്ഷ്യം വെക്കണം. വല്ലം തിരിയരുത്. ദൈവം കാത്തോളും.